പൊതുവിടങ്ങളിൽ എവിടെ ചെന്നാലും നമുക്ക് ഈ ബോർഡുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. എന്താണ്? പുകവലി പാടില്ല, കയ്യും തലയും പുറത്തിടരുത്, അപകടമാണ് എന്ന്. പുകവലി പാടില്ല, മദ്യപാനം പാടില്ല, ഇതൊന്നും ബസ്സിലോ ട്രെയിനിലോ ഇനി എന്തിന് നമ്മൾ ചന്തകളിൽ പോലും ഇത് പാടില്ല. അപ്പോൾ പിന്നെ ഇത് വീടുകളിൽ ആകാമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ നാട് ഇന്ന് പ്രബുദ്ധ നാട് ചോദിക്കുകയാണ്. അപ്പോൾ വീടുകളിൽ ഇത് പാടില്ല. ഈ ചന്തയെ കഴിഞ്ഞും ബസ്സിനെ കഴിഞ്ഞും ട്രെയിനിനെ കഴിഞ്ഞും ഒക്കെ എത്രയോ പവിത്രമായ ഇടങ്ങളാണ് നമ്മുടെ ഭവനങ്ങൾ. നമ്മുടെ ഭവനങ്ങൾ അത് ദൈവിക ഭവനങ്ങളല്ലേ. അവിടെ കുഞ്ഞുങ്ങൾ ജനിച്ച് വളർന്ന് പഠിച്ച് മൂല്യങ്ങൾ വളർന്നു വരേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും ഒക്കെ അടങ്ങിയ ഈ ഭവനങ്ങൾ അത് വിശുദ്ധിയുടെ ഇടങ്ങളാണ്, അത് നന്മയുടെ ഇടങ്ങളാണ്. അവിടെ ഈ തിന്മകൾ പാടില്ല, മദ്യപാനം പാടില്ല, പുകവലി പാടില്ല, രാസലഹരികൾ പാടില്ല. അപ്പോൾ ഇത് ഈ ഒരു വലിയ ചിന്ത നമ്മുടെ ഈ ലഹരി ഉപയോഗത്തിന് കടിഞ്ഞാണിടുവാൻ, ലഹരിക്കെതിരെ പോരാടൂ, മനുഷ്യജീവൻ രക്ഷിക്കൂ, ഒരു തുള്ളി മദ്യം സമം 1000 തുള്ളി കണ്ണുനീർ എന്നുള്ള ആ ചിന്തകളൊക്കെ പോയിടുവാൻ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞ ലഹരി വിമുക്ത നാടിന് വേണ്ടിയുള്ള ആ ഒരു ചിന്തകളും അതിനുവേണ്ടിയുള്ള സമര പോരാട്ടങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇനി കൂടുതൽ ശക്തിപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ചന്തകളിൽ പോലും ഇത് പാടില്ല. അപ്പോൾ പിന്നെ ഇത് വീടുകളിൽ ആകാമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ നാട് ഇന്ന് പ്രബുദ്ധ നാട് ചോദിക്കുകയാണ്. അപ്പോൾ വീടുകളിൽ ഇത് പാടില്ല. ഈ ചന്തയെ കഴിഞ്ഞും ബസ്സിനെ കഴിഞ്ഞും ട്രെയിനിനെ കഴിഞ്ഞും ഒക്കെ എത്രയോ പവിത്രമായ